നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലേക്ക് നരേന്ദ്രമോദി മത്സരിക്കാൻ വരുന്നു എന്നുള്ള ഏറ്റവും പുതിയ സൂചനകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു എന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് രാജ്യമാകെയുള്ള BJP പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന പുതിയ സൂചനകൾ വരുന്നത്. എന്തിനായിരുന്നു പത്തനംതിട്ട ആരെയും മത്സരിപ്പിക്കാതെ BJP ഒഴിച്ചിട്ടത് എന്ന വലിയ ചോദ്യത്തിന് പോലും ഉത്തരമാകുകയാണ്. പത്തനംതിട്ടയിൽ മോദി മത്സരിക്കണമെന്ന മാസങ്ങൾക്ക് മുൻപേ BJP കേരള നേതാക്കൾ ആവശ്യപ്പെട്ടതാണ്. മോദിയെ മത്സരിക്കാൻ പത്തനംതിട്ടയിലേക്ക് വെല്ലുവിളിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. എന്നാൽ മോദി ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നാണ് വൈകിയെത്തുന്ന വാർത്തകൾ. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കേരള ഘടകം എഴുതി നൽകിയ പേര് K. സുരേന്ദ്രന്റെ മാത്രമായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ അമിത്ഷാ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കാരണം ആർക്കും അറിയില്ല എന്തുകൊണ്ട് പത്തനംതിട്ട ഒഴിച്ചിട്ടിരിക്കുന്നു. എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെയാണെന്ന് ഇപ്പോൾ ബോധ്യമാവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിൽ മത്സരിപ്പിക്കാൻ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. വെറുതെ താല്പര്യമില്ലാതിരുന്ന നരേന്ദ്രമോദിയെ കോൺഗ്രസും CPM-ഉം മത്സരിക്കാൻ കേരളത്തിൽ വാശി പിടിപ്പിക്കുകയായിരുന്നു. മോദി കേരളത്തിൽ മത്സരിക്കാൻ ചിലപ്പോൾ എതിരാളികളുടെ വെല്ലുവിളി കാരണമായോ എന്നും കാത്തിരുന്നറിയാം. വെറുതെ ഇരുന്ന മോദിയെ ഇങ്ങനെ വാശി പിടിപ്പിച്ച് കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം വരുന്ന അവസ്ഥയിലേക്കായി. വാശി പിടിപ്പിച്ച് നരേന്ദ്രമോദിയെ കേരളത്തിലെത്തിച്ച എല്ലാവരും ഇനി വെള്ളം കുടിക്കും. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം മാത്രമാണ് നിലനിൽക്കുന്നത്. ഒന്നും ഉറപ്പിച്ചു പറയാറായിട്ടില്ല. അമേഠി വിട്ട് രാഹുൽ കേരളത്തിലെത്തിയാൽ മോദിയുടെ ഇഫക്റ്റും കേരളത്തിൽ എത്തിക്കാൻ BJP നേതൃത്വവും വലിയ നീക്കത്തിൽ തന്നെയാണ്. മാത്രമല്ല, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നത് വൻ ആരവത്തോടെ ആക്കാനുള്ള വൻ പദ്ധതികളാണ് കേന്ദ്ര നേതൃത്വവും പ്ലാൻ ചെയ്യുന്നത്. ചുരുങ്ങിയത് 3 മുതൽ 5 സീറ്റുകൾ വരെയെങ്കിലും എന്തുകൊണ്ട് കേരളത്തിൽ നിന്നും നേടിക്കൂടാ എന്നും അമിത്ഷായും കൂട്ടരും ചിന്തിക്കുന്നു. ചാണക്യതന്ത്രങ്ങളും പത്തനംതിട്ട ഒഴിച്ചിട്ടിരിക്കുന്നതിന്റെ കാരണവും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് നീക്കമാണ് BJP പ്ലാൻ ചെയ്യുന്നതെന്ന് എതിരാളികളെയും ഭയപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.